എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ലോബ്സ്റ്റർ തെർമിഡോർ ആണ്. ഇത് ഫ്രഞ്ചിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വിത്ത് മഷ്റൂം ഉള്ളൊരു ഡിഷാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആ ഒരു വെറൈറ്റിയാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സോസിൽ നമ്മൾ കുറച്ച് ഡിഫറൻസസ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ലോബ്സ്റ്റർ ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്, ഇന്ത്യയിലല്ല പുറത്തൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നല്ല മീൻ വാങ്ങിക്കുന്ന പോലെ ലോബ്സ്റ്റർ നല്ലത് എങ്ങനെ നോക്കി വാങ്ങിക്കണമെന്ന് നോക്കാം. എല്ലാ പാട്ടും ഉണ്ടായിരിക്കണം ലോബ്സ്റ്ററിന് മെയിനായിട്ട്. ഇതിപ്പോൾ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവേണ്ട കൊമ്പാണ് ഇത്. ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നല്ല ക്വാളിറ്റിയാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് ഫ്രഷ് വാങ്ങിച്ച് ഫ്രീസ് ചെയ്തതാണ്. ബ്രസൽ സ്പ്രൗട്ട് ഉണ്ട്, കുറച്ച് ക്യാരറ്റ്സ് ഉണ്ട്, ആസ്പരാഗസ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ലോബ്സ്റ്ററിന് സൈഡായിട്ട് കഴിക്കാനുള്ളതാണ് ഇന്ന് നമുക്ക്. ഇത് തന്നെ വേണമെന്നില്ല, ബ്രൊക്കോളി അങ്ങനെ എന്ത് വെജിറ്റബിൾ ആയാലും പോവും. ഒരല്പം ഉപ്പിട്ട വെള്ളത്തിൽ അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഈ ബ്രസൽ സ്പ്രൗട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് റോസ്റ്റ് ചെയ്യാം, സോട്ടി ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം, ഒന്ന് ബ്ലാഞ്ച് ചെയ്തെടുത്തതിന് ശേഷം സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്യാരറ്റും ബ്രസൽ സ്പ്രൗട്ടും ഇടുന്നു. അതൊന്ന് ബോയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആസ്പരാഗസ് ഇടുന്നു. നമുക്കതെടുത്ത് മാറ്റാം. അതിലേക്ക് കുറച്ച് വൈറ്റ് വിനെഗർ ഒഴിക്കാം, നമ്മുടെ വിനാഗിരി. അതിനുശേഷം നമുക്കതിലേക്ക് ലോബ്സ്റ്റർ മുക്കിയിടാം. ഇതാ ലോബ്സ്റ്റർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പാടുണ്ടാവും, ലോബ്സ്റ്റർ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കുന്നത് സാധാരണ രീതിയിൽ വാങ്ങിക്കുന്നത് ക്ലോ ഉള്ള ടൈപ്പ് ലോബ്സ്റ്ററും, അതായത് നമ്മുടെ ഞണ്ടിൻ്റെ പോലെ ഇറുക്കുകാലുള്ള ലോബ്സ്റ്ററും, പിന്നെ ഈ ടൈപ്പ് ലോബ്സ്റ്ററുമാണ്. ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ടുള്ളത്. ഒരെണ്ണം വാം വാട്ടറിലും ഒരെണ്ണം കോൾഡ് വാട്ടറിലും ഉണ്ടാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് ഏകദേശം രണ്ട് സെയിം ആണ്. ഫ്രഷ് ലോബ്സ്റ്ററാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ, ലൈവ് ലോബ്സ്റ്ററാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ തല ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ബോയിൽ വാട്ടറിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട്. അത് ഞാൻ ഈ ലോബ്സ്റ്റർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നൈഫ് കൊണ്ട് തല കട്ട് ചെയ്യേണ്ടതെന്ന്. വളരെ സിമ്പിളാണ്. അതുപോലെ അത് കെട്ടിയായിരിക്കും അവർ തരുന്നത്. ആ കെട്ടുകളൊന്നും അഴിക്കരുത് ബോയിൽ ചെയ്ത് കഴിയുന്നവരെ. അത് നമ്മുടെ ലോബ്സ്റ്റർ കളറായി തുടങ്ങിയിട്ടുണ്ട്. അത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മീറ്റ് വീണ്ടും സോത്ത് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതാക്കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളർ, റെഡ് കളർ. നമുക്കിത് നിവർത്തി വയ്ക്കാം. സാധാരണ എല്ലാവരും ലോബ്സ്റ്ററിൻ്റെ ഫോട്ടോസ് കൊടുക്കുമ്പോൾ ഇതുപോലെ കുക്ക് ചെയ്ത ഫോട്ടോസാണ് കൊടുക്കുന്നത്, കാരണം കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ലൈവ് ലോബ്സ്റ്ററാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒന്ന് നൈഫ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെയിൻ ഡാമേജ് ആയിക്കോളും. അതിനുശേഷം നിങ്ങൾക്കത് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതിന് ലെങ്ത് വൈസ് സ്പ്ലിറ്റ് ചെയ്യാം. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അതുമ്പോൾ മുള്ളുണ്ടാവും, അപ്പോൾ അത് കൈമ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പെയിൻഫുള്ളാണ് ആ മുള്ളുകൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ. ഒരു 1880 വരെയൊക്കെ ഈ ലോബ്സ്റ്റർ പാവപ്പെട്ടവരുടെ ഫുഡായിരുന്നു. പണക്കാരിത് കഴിക്കില്ലായിരുന്നു. ഇത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ കപ്പ, മീൻകറി പാവപ്പെട്ടവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് തരുന്ന പോലെ യൂറോപ്പിലൊക്കെ റിസർവ് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് റിസർവ് ചെയ്തതായിരുന്നു ഇത്. അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ആണ് ലോബ്സ്റ്റർ അതിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് വന്നത്. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് അതിൻ്റെ മീറ്റ് മാറ്റിയെടുക്കാം. ആ തലഭാഗത്ത് കാണുന്ന ഗ്രീൻ പാർട്ടിക്കിൾസൊക്കെ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കളയണം. മീറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയിൽ പ്രധാനമായിട്ടും ഇത് റേഷനിൽ ഉൾപ്പെടുത്താതെ വന്നപ്പോൾ അതിൻ്റെ വില വളരെ മുകളിലേക്ക് വന്നു. അങ്ങനെ വന്ന ഒരു വിലയാണ് ആ പണക്കാർക്ക് ഇത് കഴിച്ചു നോക്കാനുള്ളൊരു താല്പര്യം കൂട്ടിയത്. അതിനുശേഷം ഇതിൻ്റെ വില ഒരിക്കലും താഴേക്ക് പോയിട്ടില്ല. കാരണം ഇതൊരു ബിഗ് സ്കെയിലിൽ ഫാം ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. ഓക്കെ, നമുക്കത് വലിയ ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ പീസാവരുത്, വലിയ ചങ്ക്സ് ആയിട്ട്. പിന്നെ ഈ സൈസിൽ തന്നെ നമ്മൾ കുറച്ച് മഷ്റൂമും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇത് മഷ്റൂമുള്ളൊരു വെർഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോബ്സ്റ്റർ ചീത്തയാവാൻ ഏറ്റവും ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം വാങ്ങിക്കാവുള്ളൂ. നമുക്കിനി ബെഷമൽ സോസ് ഉണ്ടാക്കാം. അതിന് ഞാൻ ബട്ടർ, പിന്നെ കുറച്ച് ഫ്ലോർ, നമ്മുടെ മൈദ, അത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ബെഷമൽ സോസിൽ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇത് ലോബ്സ്റ്റർ ആയതുകൊണ്ടും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബെഷമൽ സോസിൻ്റെ മെത്തേഡ് സെയിം ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഐറ്റംസ്, ഇൻഗ്രീഡിയൻസ് എല്ലാം എത്ര വേണം അളവെന്നുള്ളത്. ഇതാ കണ്ടോ, നമ്മൾ ആദ്യം ഫ്ലോറും ബട്ടറും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇനി ഇതൊരു സാൻഡി ടെക്സ്ചർ ആവണം. അത്രയും സമയം വരെ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കണം. കണ്ടോ, കുറച്ച് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്
അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ റൂ എന്നാണ് പറയുന്നത്. ഈ റൂ ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് തണുത്ത മിൽക്കോ അല്ലെങ്കിൽ തണുത്ത ക്രീമോ ഒഴിക്കുകയാണെങ്കിൽ അതിൽ കട്ട കെട്ടി വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നിങ്ങൾ ബെഷമൽ സോസ് ഉണ്ടാക്കി നോക്കിയിട്ട് കട്ട കെട്ടി പോകുന്നത്. ഇതാ നമ്മുടെ റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. തണുത്ത ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിങ്ങൾ ബെഷമൽ സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലും കട്ട കെട്ടി പോയിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണം അതായിരിക്കും. ഒന്നുകിൽ നിങ്ങളുടെ മിൽക്ക് ചൂട് പാലായിരിക്കും നിങ്ങൾ ഒഴിച്ചത് ചൂടുള്ള റൂവിലേക്ക്. അങ്ങനെ വരുവാണ് നിങ്ങൾക്ക് നാട്ടിലേക്കാണെങ്കിൽ തിളപ്പിച്ച് മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഒന്നുകിൽ മിൽക്ക് തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കുക, പാല് തണുപ്പിച്ചെടുക്കുക. അതല്ലെങ്കിൽ റൂ ഉണ്ടാക്കിയിട്ട് അത് തണുത്തിട്ട് അതിലേക്ക് തിളച്ച പാൽ ഒഴിക്കുക. കുറച്ച് സോൾട്ടും പെപ്പറും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് ഞാൻ അല്പം ഫാസ്റ്റാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കൂടുതലൊന്നും മാക്സിമം എടുക്കാൻ പാടില്ല. നിങ്ങളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. നമുക്കിതിനൊരു സ്പൂൺ കൊണ്ട് അതിൻ്റെ ടെക്സ്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതാ നല്ല സിൽക്കി സ്മൂത്തി സോസാണ്. ഒട്ടും കട്ട കെട്ടിയിട്ടില്ല. കണ്ടോ, തിക്നെസ്സും കറക്റ്റാണ്. ഇനി നമുക്ക് ആ മഷ്റൂമും ലോബ്സ്റ്ററും എല്ലാം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലൊരു അല്പം ഗാർലിക്, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച് ഓണിയൻ, ഷാലറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബനാന ഷാലറ്റ്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഷാലറ്റ്സ് ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. നാട്ടിലാണെങ്കിൽ റെഡ് ഓണിയൻ യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാലറ്റ്സ് കിട്ടിയില്ലെങ്കിൽ റെഡ് ഓണിയൻ യൂസ് ചെയ്താലും മതി. ഓവറായിട്ട് ഫ്ലെയിം വെക്കരുത്. നമുക്കിത് ബ്രൗൺ ചെയ്തെടുക്കാൻ പാടില്ല, ഒന്ന് സ്വെറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അതായത് ചെറിയ തീയിൽ കുറച്ച് സമയം മിക്സ് ചെയ്ത് സ്വെറ്റ് ചെയ്തെടുക്കുക. ഇതാ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് ആ മഷ്റൂം കട്ട് ചെയ്തെടുക്കുക. മഷ്റൂം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ ലോബ്സ്റ്റർ കട്ട് ചെയ്തില്ലേ, ഏകദേശം ആ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം. ഇനി ചെറിയ തീയിൽ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ മഷ്റൂമിൽ നിന്ന് നിങ്ങൾക്ക് അറിയാലോ വെള്ളം ഇറങ്ങും എന്നുള്ളത് അറിയാലോ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒന്ന് ഇറങ്ങി അല്പം കുക്കാവുന്നവരെ നമുക്ക് ചെയ്തെടുക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ശരിക്കും ലോബ്സ്റ്റർ തെർമിഡോർ നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ലോബ്സ്റ്റർ തെർമിഡോറിൻ്റെ ആ വൈറ്റ് സോസിൽ അവർ എഗ് യോക്കും കൂടി ആഡ് ചെയ്യും. നമ്മളിവിടെ ചെയ്യാതിരുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന വെർഷൻ ആയതുകൊണ്ടും ഇവിടെ വീട്ടിൽ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എഗ് യോക്ക് ഫുള്ളായിട്ട് കുക്ക് ആവില്ല നമ്മുടെ ഈ പ്രോസസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് വൈനാണ് ബെസ്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് വൈൻ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് റെഡ് വൈൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ മസ്റ്റാണ്. ഇത് ചേർത്താൽ മാത്രമാണ് നിങ്ങളുടെ ലോബ്സ്റ്റർ തെർമിഡോറിന് കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. ആ വൈൻ ഒന്ന് വറ്റി തുടങ്ങണം. നമ്മളുടെ അനിയനും പിന്നെ മഷ്റൂമും ഒക്കെ കൂടി അതൊന്ന് അതിലേക്ക് വറ്റി വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വന്നു കൊടുക്കും. അപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന ലോബ്സ്റ്റർ അതിലേക്ക് ഇടും. അതിൻ്റെ മീറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫുള്ളായിട്ട് കുക്കായിട്ടില്ല. അപ്പോൾ അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ട് ബോയിൽ ചെയ്യുകയാണെങ്കിൽ ഓവർ കുക്ക് ആവില്ല മീറ്റ്. അതിൻ്റെ ഉള്ളിൽ ഐസ് ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ലോബ്സ്റ്ററിൻ്റെ മീറ്റ് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ അധികം ഇളക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അതിൻ്റെ ഭാഗങ്ങൾ ആ പാനിൽ ടച്ച് ചെയ്ത് കിടന്നാൽ തന്നെ അത് കുക്കാവും പെട്ടെന്ന്. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എഗെയിൻ ഞാൻ പറയുകയാണ്, ഓവർ കുക്ക് ചെയ്താൽ റബ്ബറി ആയി പോവും, അതിൻ്റെ ടേസ്റ്റ് പോവും. ഇനി അതിലേക്ക് നമ്മളുടെ ബെഷമൽ സോസ് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതൊരു ഹെവൻലി ഡിഷാണ്. ഇത് ഓവർ ഡൺ ചെയ്ത് അലമ്പാക്കരുത്. ഇതാ ഇപ്പോൾ നമ്മളുടെ ആ വൈറ്റ് സോസിൻ്റെ ഫ്ലേവറും പിന്നെ ആ മഷ്റൂമും വൈൻ്റെ സ്മെല്ലും എല്ലാം കൂടി ചേർന്നിട്ട് വളരെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ വരുന്നുണ്ട്, ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് സോൾട്ടും പെപ്പറും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിൽ ചേർക്കുന്നത് ഗ്രൂയർ ചീസാണ്. ഗ്രൂയർ ചീസും പാമേസൻ ചീസും ആണ് ഏറ്റവും നല്ലത്. പക്ഷേ അഗെയിൻ ഇവിടെ കൊച്ചിനും ഗ്രൂയർ ചീസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിതിലിപ്പോൾ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. മൊസറല്ല ചേർത്താലും മതി, ഫ്ലേവർ വരും. പാമേസൻ കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്കത് അഫോർഡബിൾ അല്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ചും നമ്മളത് ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രസ്റ്റ്, ആ മുകളിലുള്ള ക്രസ്റ്റ് നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ് നമ്മൾ പാമേസൻ എക്സ്ട്രാ യൂസ് ചെയ്യാൻ പറയുന്നത്. ഇത്രയും മൊസറല്ല യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് നമ്മളുടെ ഫിനിഷിങ് കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ ലോബ്സ്റ്റർ തെർമിഡോർ റെഡിയാണ് ഇപ്പോൾ. പക്ഷെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യാനായിട്ട് അതിൻ്റെ ഷെല്ലിലേക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഷെല്ല് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെഡ് പാർട്ട് കണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ഗ്രീൻ പാർട്ടിക്കിൾസൊക്കെ നമ്മൾ കളഞ്ഞു. അതിലേക്ക് ഇത് സ്പൂൺ ചെയ്യാം. ഈ പാർട്ട് ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമുക്ക് ആ ഡിഷ് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും വെറുതെ പാത്രത്തിൽ കൊടുത്തിട്ട് വാരി കഴിക്കുന്നതിലും. ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ മാക്സിമം മീറ്റും ആ സോസും കൂടിയുള്ള മിക്സറിനകത്ത് കൊടുത്തു. കുറച്ചും കൂടി ചീസ് അതിൻ്റെ മുകളിലിട്ടു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ
ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഓവൻ്റെ മോൾ വശം മാത്രം ഓൺ ചെയ്തിട്ട് വെച്ചാൽ മതി. ഗ്യാസ് ഓവൻ ആണെങ്കിൽ, അല്ലെങ്കിൽ മുകളിലും താഴെയും കോയിലുള്ള ഓവൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഓവനിൽ ഒരു 190 വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ പോയി നോക്കുക, ഒരുപാട് വീഡിയോസ് ഉണ്ട്, നല്ല നല്ല വീഡിയോസ്. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ്സ് കിട്ടും. അതവിടെ ഇരുന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ അക്കമ്പനിമെൻറ്റ്സ് റെഡിയാക്കി വെക്കാം. അത് നമ്മൾ നേരത്തെ ബ്ലാഞ്ച് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് സോത്തേ ചെയ്തെടുക്കാം. ബട്ടറിൽ സോത്തേ ചെയ്തതിന് ശേഷം ഒരല്പം സോൾട്ട് പെപ്പറോട് ചേർക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രസൽസ് സ്പ്രൗട്ട് നമ്മുടെ ചെറിയ ക്യാബേജ് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല തിക്കായിരിക്കും. അപ്പം നന്നായിട്ട് കുക്കായില്ലെങ്കിൽ കടിക്കുമ്പോൾ പച്ച ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ. ബാക്കിയുള്ള ക്യാരറ്റും ആസ്പരാഗസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സോത്ത് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുക്കാവും. അത് കഴിഞ്ഞാൽ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത ദില്ലീവ്സ്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ സാമണിൻ്റെ റെസിപ്പീസിൽ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സീ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ റെസിപ്പീസ് മസ്റ്റായിട്ടും കാണണം. 3 ടൈപ്പ് സാമൺ ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, വേറെ കൂടുതൽ വരുന്നുണ്ട്. നമ്മൾ ആ ദില്ലൊന്ന് സോത്ത് ചെയ്തതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തു, സോൾട്ടും പെപ്പറും ഇട്ടു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര എൻഹാൻസ്ഡ് ടേസ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളാണ്. പക്ഷേ അഗെയിൻ ദിൽ റൈസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ബിരിയാണി ഒന്നും എടുത്തേക്കരുത് കേട്ടോ. നമ്മുടെ തെർമിഡോർ റെഡി ആയിട്ടുണ്ട്. ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പ്ലേറ്റ് ചെയ്യാം. ഈ പ്ലേറ്റിങ് ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാൻ ആ ദിൽ റൈസ് ഇട്ടു, ഒരു പീസ് ലോബ്സ്റ്റർ എടുത്ത് വെച്ചു, നമ്മൾ സോത്തേ ചെയ്ത് ചേരുന്ന ബ്രസൽസ് സ്പ്രൗട്ടും ക്യാരറ്റും അതിലിട്ടു, ആസ്പരാഗസ് ടിപ്സ് ആഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ലോബ്സ്റ്റർ ചില സമയങ്ങളിൽ വളരെ ചീപ്പായിട്ട് കിട്ടും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടെക്സ്ചർ നന്നായിട്ടുണ്ട്, ലുക്സ് അമേസിങ്. ടേസ്റ്റും കൊള്ളാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.